പഞ്ചദശി 12-ാം അധ്യായം ബ്രഹ്മാനന്ദത്തിൽ ആത്മാനന്ദ പ്രകരണം. ഓഡിയോ ബുക്ക് തുടരുന്നു. വസ്തുവിഭജനം. അനുഭവത്തെ മുൻനിർത്തി പ്രിയതമം, പ്രിയം, ദ്വേഷ്യം, ഉപേക്ഷ്യം എന്നിങ്ങനെ പ്രപഞ്ച വസ്തുക്കളെ നമുക്ക് 4ആയി തരംതിരിക്കാം. അവയിൽ പ്രിയതമവും പ്രിയവും നാം വിവരിച്ചു കഴിഞ്ഞു. ഇവയിൽ രണ്ടിലും പെടാത്തവയെ നമുക്ക് ദ്വേഷ്യമെന്നും ഉപേക്ഷ്യമെന്നും 2ആയി തിരിക്കാം. വഴിമധ്യത്തിൽ കാണപ്പെടുന്ന പുല്ലും കല്ലുമെല്ലാം ഉപേക്ഷ്യമായി പരിഗണിക്കാം. കടുവ, സർപ്പം മുതലായവ ദ്വേഷ്യങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നു. നമുക്ക് ഗുണമോ ദോഷമോ ചെയ്യാത്തവയാണ് ഉപേക്ഷ്യങ്ങൾ. നാം അവയെ ഗൗനിക്കുന്നതേയില്ല. നമുക്ക് ദോഷം വരുത്തുമെന്നുള്ളവ ദ്വേഷ്യങ്ങൾ. അവയോട് അടുക്കാൻ പോലും നാം അറയ്ക്കുന്നു. ഇങ്ങനെ വസ്തുക്കൾ 4ആയി വേർതിരിയുന്നതിന് കൃത്യമായ നിയമമൊന്നുമില്ലെന്നും ഓർക്കേണ്ടതാണ്. ഇന്നത് എപ്പോഴും പ്രിയതമമായിരിക്കും, ഇന്നത് പ്രിയമായിരിക്കും, അങ്ങനെ ഒന്നിനെക്കുറിച്ചും തീർത്ത് പറയാൻ സാധ്യമല്ല. നേരിട്ട് ആക്രമിക്കാൻ വരുന്ന കടുവ ദ്വേഷ്യവിഭാഗത്തിൽ പെടുന്നു. അതേ കടുവ തന്നെ പിന്തിരിഞ്ഞോടുന്നുവെന്നാൽ ഉപേക്ഷ്യമായി തീരുന്നു. ഇനിയും അത് ലാളന പോഷണാദികൾ കൊണ്ട് അനുകൂലമായി വന്നാൽ വിനോദത്തിന് ഉപകരിക്കുന്നത് കൊണ്ട് പ്രിയമായിത്തീരുന്നു. സർക്കസുകാരും മറ്റും വളർത്തുന്ന വന്യമൃഗങ്ങൾ അവർക്ക് പ്രിയപ്പെട്ടതാണെന്ന് പറയേണ്ടതില്ലല്ലോ. ദ്വേഷ്യപ്രിയാദി ഭാവങ്ങൾക്ക് വ്യവസ്ഥയില്ലെന്ന് വന്നാൽ വ്യവഹാരം അസാധ്യമായി തീരുമല്ലോ എന്ന് ശങ്കിക്കാനില്ല. പ്രത്യേക വസ്തുക്കളെ സംബന്ധിച്ച് ഈ നിയമം ഇല്ലാതെയുള്ളൂ. അവനവനെ സംബന്ധിച്ച് വ്യവസ്ഥയ്ക്ക് ഒരു പ്രയാസവുമില്ല. ആനുകൂല്യവും പ്രാതികൂല്യവും രണ്ടുമില്ലായ്മയുമാണ് വ്യവസ്ഥയ്ക്കുള്ള നിയാമകങ്ങൾ. ആത്മാവ് സർവപ്രിയതമം. തദനുകൂലങ്ങളായതെല്ലാം പ്രിയങ്ങൾ, പ്രതികൂലങ്ങളായവ ദ്വേഷ്യങ്ങൾ, അനുകൂലമോ പ്രതികൂലമോ അല്ലാത്തവ ഉപേക്ഷ്യങ്ങൾ. ഈ പദാർത്ഥ വിഭജനം ബൃഹദാരണ്യകോപനിഷത്തിലെ യാജ്ഞവൽക്യനും സമ്മതമാണ്. ആത്മാവിൻ്റെ സർവപ്രിയതമത്വം ഇതര ശ്രുതികൾക്കും സമ്മതമാണ്. ഇത് പ്രിയതമമാണ്. പുത്രനേക്കാൾ, വിത്തത്തേക്കാൾ, ഈ കാണുന്ന സകലതിനേക്കാൾ പ്രിയപ്പെട്ടതാണ് ആത്മാവ്. പ്രിയതമാത്മനിർണയം. ഇങ്ങനെ പ്രിയതമമായ ആത്മാവിൻ്റെ സ്വരൂപം എന്തെന്നാണ് ഇനി പരിശോധിക്കേണ്ടത്. ഉപനിഷത്ത് പ്രഖ്യാപനമനുസരിച്ചും യുക്തിവിചാരം കൊണ്ടും ആത്മാവ് സാക്ഷിസ്വരൂപനാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അല്ലാതെ വികാരിയായ ഒരാത്മാവ് പരമസത്യമായി ഉണ്ടാകാനേ സാധ്യമല്ല. ദേഹപ്രതിഭാസകങ്ങളായ പഞ്ചകോശങ്ങളെ വിവേചിച്ചറിഞ്ഞ് അവയ്ക്കപ്പുറമുള്ള വസ്തുവിനെ കാണാൻ ശ്രമിക്കുന്നതാണ് വിചാരം. കണ്ട് അതിനെ അനുഭവിക്കണം. ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ ഏതൊരധിഷ്ഠാനത്തിലാണോ മാറി മാറി ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ജ്ഞാനസ്വരൂപവും സ്വയം പ്രകാശവുമായ ആത്മാവ്. അനുഭവത്തിലുള്ള ജാഗ്രതാദി സ്ഥിതി വിശേഷങ്ങൾ ഏതധിഷ്ഠാനത്തിൽ ഉണ്ടായി മറയുന്നുവോ ആ അധിഷ്ഠാനവും സ്വയം അനുഭവരൂപമായിരിക്കാതെ തരമില്ല. ഇനി ബാക്കിയുള്ള പ്രാണൻ മുതൽ ഭവനധനാദികൾ വരെയുള്ളവയെല്ലാം ആത്മാവിനോട് താരതമ്യ രൂപേണ അടുത്തും അകന്നും നിൽക്കുന്നവയാണ്. പ്രാണൻ ആത്മാവിനോട് തൊട്ടടുത്തു നിൽക്കുന്നു. അതുകഴിഞ്ഞ് ബുദ്ധി, പിന്നെ മനസ്സ്, പിന്നെ ഇന്ദ്രിയങ്ങൾ, ദേഹം, പുത്രഭാര്യാദികൾ, ഭവനധനാദികൾ, ഇങ്ങനെ പോകുന്നു ആ താരതമ്യം. ഈ വസ്തുക്കളോടുള്ള പ്രീതിയും അടുപ്പത്തിൻ്റെയും അകൽച്ചയുടെയും താരതമ്യമനുസരിച്ച് കൂടിയും കുറഞ്ഞുമിരിക്കും. പ്രിയ വസ്തുക്കളിൽ പ്രാണനോടായിരിക്കും ഏറ്റവും അധികം പ്രീതി. ക്രമേണ ഈ പ്രീതി മറ്റുള്ളവയിൽ കുറഞ്ഞു വരുന്നത് കാണാം. ധനത്തേക്കാൾ പുത്രൻ പ്രിയനായിരിക്കും. പുത്രൻ്റെ അഭ്യുന്നതിക്ക് വേണ്ടി സമ്പത്ത് മുഴുവൻ ചെലവഴിക്കാൻ പിതാക്കന്മാർ ഒരുമ്പെടുന്നത് ഇതുകൊണ്ടാണ്. പുത്രനേക്കാൾ സ്വശരീരം പ്രിയപ്പെട്ടതായിരിക്കും.
സ്വദേഹ സംരക്ഷണത്തിനായി അച്ഛൻ സന്താനങ്ങളെപ്പോലും നിരന്തരം ക്ലേശിപ്പിക്കുന്നു. ദേഹത്തേക്കാൾ ഇന്ദ്രിയങ്ങൾ പ്രിയപ്പെട്ടതാണ്. ശരീരത്തിന് പൊതുവേ ഉണ്ടാകാവുന്ന പീഡകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പലപ്പോഴും ഇന്ദ്രിയങ്ങളെ നശിക്കാതെ രക്ഷപ്പെടുത്തുന്നത് കാണുന്നുണ്ട്. കണ്ണിനോ ചെവിക്കോ നാശം വരാവുന്ന സംഭവങ്ങളെ മറ്റു ദേഹഭാഗം കൊണ്ട് തടഞ്ഞ് അവയെ രക്ഷിക്കുന്നു. ഇന്ദ്രിയങ്ങളെക്കാൾ പ്രിയപ്പെട്ടതാണ് പ്രാണൻ. മരണവേളയിലും മറ്റും ഇന്ദ്രിയങ്ങൾ വികൃതങ്ങളായാലും പ്രാണനെ നിലനിർത്താൻ വെമ്പുന്നത് കാണാറുണ്ടല്ലോ. പ്രാണനേക്കാൾ പ്രിയപ്പെട്ടതാണ് പ്രാണൻ്റെയും അധിഷ്ഠാനമായ ആത്മാവ്. ഇങ്ങനെ എല്ലാറ്റിലും പരമമായ ആത്മാവ് സർവപ്രിയതമം തന്നെ എന്ന് കാണാൻ ചിന്തിക്കുന്നവർക്ക് പ്രയാസമില്ല. തത്വജ്ഞാനിയും മൂഢനും. ഇങ്ങനെ ആത്മപ്രിയതമത്വം സംശയരഹിതമാണെങ്കിലും തത്വജ്ഞാനിയും മൂഢനും തമ്മിൽ വിവാദമുണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വേദത്തെ ഇരുകൂട്ടരും പ്രമാണമായി അംഗീകരിക്കേണ്ടതാണ്. വേദമാവട്ടെ ആത്മാവ് സർവപ്രിയതമമാണെന്ന് പ്രഖ്യാപിക്കുന്നുമുണ്ട്. സകല ദൃശ്യങ്ങൾക്കുമപ്പുറം സാക്ഷിയായി നിത്യനായി വിളങ്ങുന്ന ആത്മാവാണ് എല്ലാറ്റിലും വച്ച് പ്രിയപ്പെട്ടത് എന്ന തത്വജ്ഞാനി വാദിക്കും. പ്രിയതമ വസ്തുക്കൾ പുത്രമിത്രാദികളാണ്. അവയെ അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ് ആത്മാവ് എന്ന് മൂഢബുദ്ധി ശഠിക്കും. അജ്ഞാനിയെങ്കിലും ശ്രദ്ധാലുവായ ഒരു ശിഷ്യനും ശ്രദ്ധാലുവല്ലാത്ത മറ്റൊരു കുതാർക്കികനും കൂടി തത്വജ്ഞാനിയായ ഒരു ഗുരുവിനെ സമീപിക്കുന്നു എന്ന് കരുതുക. ഗുരു നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു എന്താണെന്ന് അവരോട് ചോദിക്കുന്നു. രണ്ടുപേരും ആത്മാവല്ലാത്ത വസ്തുക്കളെ പ്രിയപ്പെട്ടവയായി ഗുരുവിനെ അറിയിച്ചു. ഗുരു രണ്ടുപേർക്കും ഇങ്ങനെ മറുപടി കൊടുത്തു: ഈ പ്രിയവസ്തുക്കൾ നിങ്ങളെ കരയിക്കും. ഗുരുവിൻ്റെ ഈ മറുപടി ശ്രദ്ധാലുവായ ശിഷ്യന് അനുഗ്രഹമായും ശ്രദ്ധാലുവല്ലാത്ത കുതാർക്കികന് ശാപമായും തീരുന്നു. ഗുരുവിൽ ഭക്തി ബഹുമാനങ്ങളുള്ള ശിഷ്യൻ ഗുരുവിൻ്റെ വാക്കു കേട്ട് അന്ധാളിക്കുന്നു. തൻ്റെ പ്രിയവസ്തു ദോഷയുക്തമാണെന്ന് ധരിച്ച് വസ്തുവിവേകം ചെയ്യാനും ഒരുമ്പെടുന്നു. ഗുരു പറഞ്ഞത് തെറ്റാൻ വഴിയില്ലെന്ന് അയാൾക്കറിയാം. ശ്രദ്ധാലുവല്ലാത്ത മൂഢനാകട്ടെ തത്വജ്ഞാനിയുടെ വാക്ക് വകവയ്ക്കാതെ നശ്വര പദാർത്ഥങ്ങളെ പ്രിയമെന്ന് തെറ്റിദ്ധരിച്ച് അവയുടെ പിന്നാലെ കൂടുന്നു. അവ അവനെ സദാ കരയിക്കുമെന്നുള്ളതും നിശ്ചയമാണ്. അങ്ങനെ ഗുരുവാക്യം അവന് ശാപമായി തീരുന്നു. ശ്രദ്ധാലുവിൻ്റെ ദോഷദർശനം. പുത്രനാണല്ലോ പ്രിയ വസ്തുക്കളിൽ പ്രധാനപ്പെട്ടത്. പുത്രൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാക്കൾക്ക് ദുഃഖകാരണമാണ്. പുത്രനില്ലാത്തതുകൊണ്ട് എത്രയെത്ര ദമ്പതികളാണ് ദുഃഖിച്ചു കഴിയുന്നത്. ജനിക്കാത്ത പുത്രൻ നൽകുന്ന ദുഃഖമാണിത്. പുത്രലാഭത്തിനായി തീർത്ഥാടനങ്ങളും വഴിപാടുകളും ഔഷധ സേവയുമൊക്കെയായി സദാ ക്ലേശിച്ചു കഴിഞ്ഞുകൂടുന്നു. മറ്റെല്ലാ തരത്തിലും സുഖസമ്പൂർണമായ ദാമ്പത്യം ജനിക്കാത്ത പുത്രനാൽ ഇങ്ങനെ ദുഃഖപൂർണമായിത്തീരുന്നു. ഇനി പുത്രൻ ജനിക്കാൻ തുടങ്ങിയെന്ന് കരുതുക. ഗർഭദുഃഖം, പ്രസവദുഃഖം ഇവ എത്ര കഠിനമാണ്. വല്ല വിധേനയും പുത്രൻ ജനിച്ചുവെന്നു തന്നെ ഇരിക്കട്ടെ. ദുർഗ്രഹ പീഡ രോഗങ്ങൾ തുടങ്ങിയ ബാലാരിഷ്ടതകൾ നിമിത്തം അച്ഛനമ്മമാർക്ക് ക്ലേശം തുടർന്നുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇനി കുട്ടി കുമാരനായി ബുദ്ധിയില്ലാത്ത മൂർഖനും കൂടിയായാൽ ദുഃഖത്തിൻ്റെ കഥ പറയാനുമില്ല. ഉപനയിച്ചാലും പഠിത്തത്തിൽ താൽപ്പര്യമില്ലെങ്കിൽ സന്തോഷിക്കാനില്ല. മകൻ പഠിച്ചു പണ്ഡിതനായെന്നു തന്നെ ഇരിക്കട്ടെ, യോജിച്ച വധുവിനെ കിട്ടാത്തത് കൊണ്ടായിരിക്കും പിന്നെ ദുഃഖം. യുവാവായ മകൻ കാമലോലുപനായി പരദാരങ്ങളുടെ പുറകെ പോവുകയാണെങ്കിൽ അളവില്ലാത്ത ദുഃഖത്തിന് കാരണമാകും. കുടുംബിയായ മകൻ ദരിദ്രനാണെന്ന് വന്നാലും ക്ലേശം തന്നെ. രോഗിയായിത്തീരുകയോ അകാലമൃത്യു ഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അച്ഛനമ്മമാർക്ക് സ്വന്തം ജീവിതം തന്നെ നഷ്ടപ്പെട്ടതായി തോന്നാനിടവരും. എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ഒടുവിൽ മദ്യപാനിയോ ദുർവൃത്തനോ ആയിത്തീർന്നാലും കഥ ഇതുതന്നെ. അച്ഛനമ്മമാർക്ക് പുത്രാദികളിൽ നിന്നും ദുഃഖമാണ് കൂടുതൽ ഉണ്ടാവുകയെന്ന് നിശ്ചയിക്കാൻ കഴിയും. ഇങ്ങനെ വിവേചിച്ചറിഞ്ഞ് ഒരു സത്യാന്വേഷി പുത്രാദി സമ്പത്തുകളിൽ അസംഗനായിത്തീരുന്നു. ആത്മപ്രിയതമത്വം ഉറപ്പിച്ച് ആത്മാവിൽ തന്നെ പരമപ്രീതി കണ്ടെത്താൻ യത്നിക്കുന്നു. രാപ്പകൽ
നിരപേക്ഷമായ ആത്മപ്രീതിക്കു വേണ്ടി അന്വേഷണം തുടരുകയും ചെയ്യുന്നു. ശ്രദ്ധാലു ഇങ്ങനെ ആത്മനിഷ്ഠനായി ഭവിക്കുമ്പോൾ കുതാർക്കികൻ സംഗാധിക്യം നിമിത്തം ബ്രഹ്മവിദ്വേഷം കൊണ്ടും ആത്മപ്രിയതമ പക്ഷത്തെ ഉപേക്ഷിക്കുന്നു. അങ്ങനെയുള്ളയാൾ അനിയന്ത്രിതമായ ഭൗതിക ഭോഗങ്ങളിൽപ്പെട്ട് പതിക്കുന്നു. അവന് നരകപ്രാപ്തിയാണ് ഫലം, അനേക യോനികളിൽ ബഹുവിധ ജന്മവും. ഇപ്രകാരമാണ് ഗുരുവാക്യം ഒരു കുതാർക്കിതന് ശാപമായി തീരുന്നത്. തത്വജ്ഞാനിയുടെ വാക്ക് ഇങ്ങനെ രണ്ടു തരത്തിൽ ഫലിപ്പിക്കുന്നത് എന്തുകൊണ്ട് എന്നാണെങ്കിൽ പറയാം. സത്യനിഷ്ഠനായ ഗുരു ഈശ്വരനെ പോലെയാണ്. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മസ്വരൂപി തന്നെയാണെന്നല്ലേ ഉപനിഷത്ത് ഘോഷിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ആരെങ്ങനെ സ്വീകരിക്കുമോ അയാൾക്കങ്ങനെ ഫലം. അതാണ് നിയമം. ശ്രദ്ധാലു ഭക്തി ആദരങ്ങളോടെ സ്വീകരിച്ചതുകൊണ്ട് ഇഷ്ടം കൈവന്നു. പ്രതിവാദി അഹങ്കാരത്തോടെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അനിഷ്ടവും. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.